നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് സൂര്യോദയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങളും അതുമൂലം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെയും കുറിച്ചാണ്. സൂര്യോദയം അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സമയമാണെന്ന് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്രശാഖകളും സൂര്യോദയത്തിൻ്റെ പ്രാധാന്യത്തെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില പൂജാ കർമ്മങ്ങൾ, ചില നമുക്ക് നിത്യകർമ്മങ്ങൾ, ഇവയൊക്കെ കൊണ്ട് നമ്മുടെ ഐശ്വര്യത്തിനും നമ്മുടെ സമ്പൽ സമൃദ്ധിക്കും നമ്മുടെ ഭാഗ്യത്തിനും എല്ലാം വർധനയുണ്ടാവും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും ഈ സമയത്ത് ചില കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. ബ്രാഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കുന്നത് അതിവിശേഷമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റുക അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. അത് അതിനുവേണ്ടി മെനക്കെടുന്ന വ്യക്തികൾക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ കഴിയുന്നത് ഏറെ ശ്രേയസ്കരവുമാണ്. എന്നാൽ സൂര്യോദയം എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ മാസത്തിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുമെങ്കിലും ഒരു 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നമുക്ക് സൂര്യോദയമായിട്ട് കണക്കൂട്ടാം. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു സൂര്യോദയ സമയമല്ല ഇവിടെ പറയുന്നത്. ഒരു 6 മണി മുതൽ 7 മണി വരെയുള്ള ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായ സൂര്യോദയ സമയം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് പഞ്ചാംഗത്തിൻ്റെയോ മറ്റോ സഹായത്തോടെ നിങ്ങൾക്ക് അന്നെന്നുള്ള അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഇനി ഞാൻ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറെ ശ്രേയസ്കരമാണ്. അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ 7 മണിക്കകത്ത് നിങ്ങളിത് ചെയ്താൽ മതി. ഇതിൽ 7 കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ കാര്യം ഇതല്ല. സൂര്യോദയത്തിന് മുമ്പ് നിങ്ങൾ ഉണർന്ന് എണീക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ സൂര്യോദയത്തിൽ ഈ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂ. അപ്പോൾ വളരെ വിശേഷപ്പെട്ടതും വളരെ ലളിതമായതും നിങ്ങളുടെ ജീവിതത്തിൽ അത്യന്തികമായിട്ട് ഉയർച്ചകൾ സമ്മാനിക്കുന്നതുമായിട്ടുള്ള ഈ 7 കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. നമസ്കാരം. ഞാൻ RJ ഹരിചന്ദനമഠം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യോദയ സമയത്ത് അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തുളസി ചെടിക്ക് ജലം പകരുക എന്നുള്ളത്. വീട്ടിലെ തുളസി തറ ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ തുളസി വെച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വീടിന് മുൻഭാഗത്ത് എവിടെയെങ്കിലും തുളസി ചെടി നട്ടിട്ടുള്ളവരുണ്ടാവും. ആ തുളസി ചെടിക്ക് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ജലം പകരുന്നത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശാപം, അതുപോലെ തന്നെ ഈശ്വരാധീനക്കുറവ്, ആന്തരിക ശുദ്ധി വരിക, ഈശ്വരാധീനക്കുറവ് മൂലം നിങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരിക തുടങ്ങിയവയ്ക്ക് ഏറെ ഉത്തമമാണ് തുളസി ചെടിക്ക് ഇങ്ങനെ ജലം പകരുക. ചിലരാണെങ്കിൽ ഏകാദശി നാളുകളിലാണ് ഇങ്ങനെ ജലം പകർന്ന് കൊടുക്കുന്നത്. അത് ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തിട്ട് ഏകാദശികളിൽ മാത്രം അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ മാത്രം ജലം പകരുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഞാൻ അതല്ല പറയുന്നത്. എല്ലാ ദിവസവും ഇപ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോൾ സ്ത്രീകൾ മാസമുറയുള്ളപ്പോൾ ഇത് ചെയ്യാറില്ല എന്നുള്ളതും ഓർക്കുക. പുലവാലായ്മകൾ ഉള്ളപ്പോഴും ഇത് ചെയ്യാറില്ല. അല്ലാത്ത ഏത് ദിവസവും നമുക്ക് തുളസി ചെടിക്ക് ഈ സൂര്യോദയ സമയത്ത് ആചാരത്തിന്റെ ഭാഗമായിട്ട് ജലം പകരുന്നത് നമുക്ക് വളരെയധികം നേട്ടം ഉണ്ടായി തരുന്നതാണ്. നമ്മുടെ ആന്തരിക ശുദ്ധി വർദ്ധിച്ചു വരുന്നതിന് കാരണവുമാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, സൂര്യൻ ഉദിച്ചു വരുന്ന ഈ സമയത്തുണ്ടല്ലോ, നമ്മുടെ അടുക്കളയിലെ അടുപ്പിൽ തീ പുകയണമെന്നുള്ളതാണ്. അഗ്നിയുടെ സ്വരൂപമായ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ അഗ്നി കാട്ടി സ്വീകരിക്കണമെന്നുള്ള വിധി. നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ഈ സമയത്ത് ആകെ സ്വാഭാവികമാണല്ലോ. നമ്മുടെ വീടുകളിലെല്ലാം അടുക്കള ഈ സമയത്ത് ഉണരും. എന്നാൽ ചില വീടുകളിൽ ഈ സമയത്ത് അടുക്കള ഉറങ്ങിക്കിടക്കും. അവിടേക്ക് ആരും വരില്ല. കാര്യം വീട്ടുകാരെ എഴുന്നേൽക്കുമ്പോൾ 8, 9, 10 ഒക്കെ കഴിയും. ഉച്ചയൊക്കെ ആവും ചിലപ്പോൾ. അങ്ങനെയുള്ള വീട്ടില് അധമമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയായിരിക്കും. സൂര്യോദയ സമയത്ത് ഭക്ഷണം പാചകം ചെയ്ത് ആ വീട്ടുകാർക്ക് കൊടുക്കാമെങ്കിൽ ഒരുവിധം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കും. പിന്നെ പാകം ചെയ്യുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണം ആകണമെന്നുള്ളുണ്ട് കേട്ടോ. അല്ലാതെ ഏതൊക്കെയോ ദിവസങ്ങൾക്ക് മുന്നേ പാകം ചെയ്ത ഭക്ഷണം രാവിലെ എടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പുതിയ ഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്രകാരം ചെയ്യുന്നത് ഗുണകരമാണ്.
അടുപ്പിൽ അരി തിളയ്ക്കണമെന്നാണ് പണ്ട് പറയുന്നത്. അതായത് കഞ്ഞിക്ക് അരിയിട്ട് അരി തിളച്ചുകൊണ്ടിരിക്കണം ഈ സമയത്ത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, സൂര്യോദയ സമയത്ത് ഗായത്രി മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. കുളിച്ച് ശുദ്ധമായിട്ടേ നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം, പൂർവികരായിട്ടുള്ള ആചാര്യന്മാരെല്ലാം ഈ സമയത്ത് ഗായത്രി മന്ത്രം ജപിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ബ്രാഹ്മമുഹൂർത്ത സമയം മുതൽ ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. എന്നാലും സൂര്യോദയ സമയത്ത് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഗായത്രി മന്ത്രം നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കുകയും നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ഗുരുക്കന്മാരുടെ, നമ്മുടെ കാരണവന്മാരുടെ, പിതൃജനങ്ങളുടെ, മാതൃജനങ്ങളുടെയൊക്കെ ശാപമോ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശാപത്തീയൊക്കെ മാറിക്കിട്ടാൻ വളരെ ഉത്തമമാണ്. ഉപരി നമ്മൾ പലവിധത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കും. ഈ മന്ത്രങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് ലഭിക്കാതെ, അതിൻ്റെ ഗുണം ലഭിക്കാതെയൊക്കെ പോകും. പലപ്പോഴും മന്ത്രം ജപിച്ചിട്ട് എനിക്കൊരു ഫലവും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവര് ഗായത്രി മന്ത്രം ജപിച്ച് ആ മന്ത്രത്തിന്റെ സിദ്ധി ഉണ്ടാക്കണം. മന്ത്രത്തിന്റെ ഒരു ബലം വേണമെങ്കിൽ ഒരു ബേസ് ഉണ്ടാവണം. ആ ബേസാണ് ശരിക്കും പറഞ്ഞാൽ ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രം നന്നായിട്ട് ജപിക്കുന്ന ആളിന് മാത്രമേ മറ്റു മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പൂർണ്ണ ബലം കിട്ടുള്ളൂ. അതായത് അതിൽ നിന്നുള്ള ഫലം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഗായത്രി മന്ത്രം കഴിയുന്നവര് സൂര്യോദയ സമയത്ത് ജപിക്കുക. ഇതിലും മേൽപ്പറഞ്ഞ പോലെ മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മാസമുറ സമയത്ത് 7 കഴിഞ്ഞിട്ട് ഇത് ജപിക്കാവൂ. പുലവാലായ്മകൾ ഉള്ളപ്പോൾ ഇത് ജപിക്കരുത്. നാലാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുക. ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് അർച്ചന, പുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തി കൊടുക്കുന്നതാണ്. അത് നേടിയെടുക്കാനും ഈ ചാനൽ ജോയിൻ ചെയ്യുന്നത് ഗുണകരമാകും. നാലാമത്തെ കാര്യം, സൂര്യോദയ സമയത്ത് കുറച്ച് മഞ്ഞളിട്ട ജലം കുടിക്കുന്നത് ശരീരകാന്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിനുള്ളിലെ ദോഷങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു. ആയുർവേദവും ഒറ്റമൂല്യ വൈദ്യവുമെല്ലാം ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. മഞ്ഞളിൽ സവിശേഷമായിട്ടുള്ള ചില ഘടകങ്ങൾ, കുർക്കുമിൻ പോലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ നീക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഞാനൊരു മന്ത്രവും കൂടി പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിച്ചാണ് നിങ്ങൾ മഞ്ഞൾ ജലം കുടിക്കുന്നതെങ്കിൽ ദീർഘകാലമായിട്ട് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വിഷദോഷങ്ങൾ കൂടി അകന്നു പോകുന്നതാണ്. ഓം ഹ്രീം ആദിത്യായ അഗ്നിനേത്രായ നമഃ എന്ന് 8 ജപിച്ചു വേണം ഈ ജലം കുടിക്കാൻ. ഇങ്ങനെ മഞ്ഞൾ ജലം തുടർച്ചയായിട്ട് 18 ദിവസം കുടിച്ചാൽ തന്നെ ഉള്ളിൽ പൂർണ്ണ ശുദ്ധി കിട്ടുകയും നമ്മളിലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വിഷവസ്തുക്കൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഈ മന്ത്രം ജപിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. സൂര്യോദയ സമയത്ത് തന്നെ ഇത് ചെയ്യുക. ഇവിടെ ഇത് പറഞ്ഞ പോലെ ആർത്തവ കാലമുള്ള സ്ത്രീകളും പുലവാലായ്മയുള്ളവരും അവരുടെ ആ ശുദ്ധികാലം വന്നതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. അത് നമ്മൾ ആചാര പദ്ധതികളാകുമ്പോൾ അതിൻ്റെ നിഷ്ഠകളെയും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ നിഷ്ഠകളെയും പാലിച്ചേ പറ്റുള്ളൂ. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. അതുകൂടി പ്രയോജനപ്പെടുത്തുക. അഞ്ചാമത്തെ കാര്യം നമ്മുടെ ധനവർദ്ധനവിന് നിദാനമാകുന്ന ഒരു കാര്യമാണ്. പല വിധത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടും ധനസമ്പാദന യോഗമില്ലാത്തത് ഒരുപാടുണ്ട്. തൊഴിലിനിറങ്ങിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട വേതനം കിട്ടുന്നില്ല. മാത്രമല്ല, തൊഴിലെടുത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മിച്ചം പിടിക്കാൻ കഴിയാതെ പോകുന്നു. കടങ്ങൾ വർദ്ധിച്ചു വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സൂര്യോദയ സമയത്ത് ഒരു 101 രൂപ എടുക്കണം. 101 രൂപ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്തോ എവിടെയെങ്കിലും 101 രൂപ വയ്ക്കണം. എന്നിട്ട് ആ 101 രൂപ നമുക്ക് കയ്യിലെടുത്തിട്ട് ഇനി പറയുന്ന മന്ത്രം 18 തവണ ജപിക്കണം. ഓം ഹ്രീം രവയേ ധനസമൃദ്ധിം മേ സ്വാഹാ നമഃ എന്നുള്ള മന്ത്രമാണ്. ഇത് കിഴക്കോട്ട് നോക്കി ജപിക്കുക. ഏറ്റവും കുറഞ്ഞ പക്ഷം 108 തവണ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. 108 തവണ 18 വേണമെങ്കിൽ ജപിക്കാം. 108 തവണ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. ജപിച്ചിട്ട് ഈ 101 രൂപ നമ്മൾ ഒരു സ്ഥാനത്ത് വയ്ക്കുക. നിത്യേന ഈ 101 രൂപ മതിയാകും. വേറൊരു തുക എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ചിലരാണെങ്കിൽ ഈ തുക കൊണ്ടുപോയി ചെലവഴിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്നും ഒരു 101 രൂപ അതിനു വേണ്ടി കരുതി വെച്ചിരുന്നാൽ മതി. ജപിച്ച് അത് സൂക്ഷിച്ചു വയ്ക്കുക. നിത്യേന ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ആ പാഴ്ചെലവുകളൊക്കെ കുറഞ്ഞു വരികയും പതിയെ പതിയെ ധനസമൃദ്ധി ഉണ്ടായി വരികയും ചെയ്യും.
ഇന്ന് ജപിച്ചിട്ട് നാളെ ധനസമൃദ്ധി ഉണ്ടാവണമെന്ന് ആരും കരുതരുത്. ഇന്ന് ജപിച്ചു കഴിഞ്ഞാൽ നാളെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കടം മാറണമെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഈശ്വരീയമായ പാതയാണ്. നിങ്ങളുടെ ആർത്തി നിറഞ്ഞ മനസ്സോടുകൂടി ഇതിനെ സമീപിക്കാതിരിക്കുക. ഇത് നിഷ്കളങ്കമായ ഭക്തിയുള്ള മനസ്സോടുകൂടി നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നേ ഇതിൽ പറയുന്നുള്ളൂ. ആറാമത്തെ കാര്യം സൂര്യോദയ സമയത്തുള്ള കുളിയാണ്. പണ്ടുകാലത്ത് നമ്മുടെ നദികളിലും പുഴകളിലും തോടുകളിലും എല്ലാം സൂര്യോദയ സമയത്ത് ആൾക്കാർ നിന്ന് കുളിക്കുന്നത് നിത്യക്കാഴ്ചയായിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിലെ കുളിമുറിയിലാണ് കുളിക്കുന്നത്. പക്ഷേ ആൾക്കാർ കുളിക്കുന്നത് പലപ്പോഴും രാവിലെ 7 മണിക്കോ 8 മണിക്കോ 9 മണിക്കോ ഒക്കെ കടന്നിട്ടൊക്കെ ആയിരിക്കും കുളി നടക്കുക. ബ്രഹ്മമുഹൂർത്തം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ 6 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ശൗചക്രിയകളെല്ലാം ചെയ്ത് 6:30 സമയത്തുള്ളിൽ തന്നെ നിങ്ങൾ കുളിക്കാൻ ശ്രമിക്കണം. ഈ സമയത്തുള്ള കുളി നിങ്ങൾക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. മാത്രമല്ല ഭഗവാന്റെ കൂടുതലായിട്ടുള്ള ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കാൻ, നമ്മൾ ജലം ശരീരത്തിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു ചൂട് തയ്യാറാക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല തണുപ്പുള്ളപ്പോഴൊക്കെ നല്ല ചൂട് നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇത് ഭഗവാൻ, സൂര്യഭഗവാന്റെ, ആദിത്യ ഭഗവാന്റെ ചൈതന്യം നമ്മളിലുണ്ട്. അത് നമ്മിലേക്ക് തന്നെ ഉണരുന്നു എന്നുള്ള സങ്കല്പമാണ്. ഭഗവാൻ ഉദിച്ചു വരുമ്പോൾ ആ അഗ്നി കൊണ്ട് നമ്മൾ ഭഗവാനെ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി പവറിന് ഇത് ഗുണകരമാണ്. കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലൊക്കെ ഉള്ളവർ, കൈക്കരുത്ത് കൊണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ നിർബന്ധമായിട്ട് ഈ സമയത്ത് കുളിക്കുന്നത് ഗുണകരമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, തൊഴിൽ മേഖലകളിൽ ഏതിലായാലും വിരാജിക്കുന്നവർക്കെല്ലാം ഇത് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മമുഹൂർത്തത്തിന് അതിനു മുമ്പേ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് ജപിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. വീണ്ടും പറയുന്നു, 6 മണിക്ക് ആ സമയത്തൊക്കെ എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏഴാമത്തെ കാര്യം സൂര്യോദയ പ്രാർത്ഥന എന്നുള്ളതാണ്. സൂര്യോദയ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഏറെ ഉത്തമമാണ്. ഒരു നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതകളെ എല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ സമയത്ത് ക്ഷേത്രനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണ്. നമ്മളെ ആന്തരികമായ വിശുദ്ധിയെ ഉണർത്താൻ ഇത് കാരണമാകുന്നുണ്ട്. നമുക്ക് നിരന്തരമായ ഈശ്വരാധീനം വർദ്ധിക്കുകയും നമ്മുടെ ഗൃഹത്തിലും നമുക്കും ഐശ്വര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. പ്രഭാതം എന്ന് പറയുന്ന ഈ സമയത്തുണ്ടാകുന്ന അഭൂതപൂർവമായ പ്രാപഞ്ചിക ചൈതന്യത്തെ സ്വീകരിക്കുവാനുള്ള മാർഗങ്ങളാണ് ഇവയൊക്കെ. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്. 7, 8, 9, 10 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ച് തലയ്ക്ക് മുകളിലെത്തുമ്പോൾ നോക്കുന്ന ഒരു ജീവിതശൈലിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പിൽക്കാലത്ത് നിങ്ങൾ അതേക്കുറിച്ച് വളരെയധികം ദുഃഖിക്കേണ്ടി വരും. കാര്യം നിങ്ങളുടെ ആരോഗ്യം നശിക്കും, നിങ്ങളുടെ ധനം നശിച്ചു പോകും. ധനം തയ്യാറാക്കി വെക്കുന്നതല്ല, ആരോഗ്യം നശിക്കുന്നതിന് ചെലവഴിക്കേണ്ടുന്ന അവസ്ഥ വന്നുകൂടും. ഇതൊക്കെ മാറ്റിയെടുക്കുക. നമ്മുടെ വീട്ടിലെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടാനും നമ്മുടെ ജീവിതം കൂടുതൽ ശ്രേയസ്കരമാകാനും സൂര്യോദയ പ്രാർത്ഥനകൾ, സൂര്യോദയ കർമ്മങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. കാര്യം നിങ്ങളുടെ ലൈക്കിനെ ഞാൻ അത്രത്തോളം വിലമതിക്കുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായും പൂജ സംബന്ധമായിട്ടുള്ളതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.